ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പോൾ തിരക്ക് പിടിച്ചിട്ടാണ് ഞാൻ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലേക്കും മോളുടെ സ്കൂളിലേക്കൊക്കെ പോവാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ഈ വർഷം KG സെക്ഷനിൽ ആരംഭിച്ച ക്രിസലിസ് എന്ന പുതിയ നൂതന വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഔട്ട്കം എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു എക്സിബിഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. സാധാരണ നമ്മൾ നിലനിർത്തുന്ന സംവിധാനങ്ങൾ സിലബസിലേക്ക് അവസാനം ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവുകയും അതിലെ ടോട്ടൽ സ്കോർ നോക്കി കുട്ടികളുടെ പഠന നിലവാരത്തെ അളക്കുകയും ചെയ്യുന്ന സാധാരണ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിൽ ഈ ഒരു വർഷം പഠിച്ചതിന്റെ ലേണിംഗ് ഔട്ട്കം എത്രയാണ് എന്ന് ഒരു റിട്ടൺ ടെസ്റ്റിൽ മാത്രമല്ലാതെ നേർക്ക് നേരെ അതിന്റെ ലേണിംഗ് റിസൾട്ട് മനസ്സിലാക്കാനും Welcome to Shana Fatima. Good afternoon. Good morning everyone and welcome to our event. It is a great pleasure to have you all here today to celebrate Good morning everyone and welcome to our event. It is a great pleasure to give my warmest greeting to each and every one of you for making effort to be here. 7 March 2024. Thank you all. Rina Fatima. Good afternoon everyone. Chrysalis is an interactive syllabus for the younger ones. A variety of teaching-based lessons make experiential learning a learning experience. Thank you all. Salman Al-Farid. നിങ്ങൾക്ക് ഈ വർഷം എന്താണ് നമ്മുടെ ക്ലാസ് റൂമിൽ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പം എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഓരോ കുട്ടികളും അവരുടെ മുമ്പിൽ അവർ എന്താണോ ലേൺ ചെയ്തിട്ടുള്ളത് അതിന്റെ മെറ്റീരിയൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അവർ ആൻസർ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ കുട്ടികൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, ഇത്രയും ദിവസം എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഇനി നമുക്ക് അവർ സെറ്റ് ചെയ്തതൊക്കെ ഒന്ന് കാണാം.
അപ്പോൾ ഇതാ പേരൻസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എക്സിബിഷനും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ദൈനസിനും മിസ്സുമാരൊപ്പം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. എന്താ പറയുക, കുട്ടികളായാലും ടീച്ചേഴ്സ് ആയാലും നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് അത്രയും നന്നായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് അന്നത്തെ ഫീഡ്ബാക്ക് എന്താണെന്നൊക്കെ അവിടെ എഴുതി വെക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് വന്നപ്പോൾ ഇത് വലിയ കുട്ടികളുടെ എക്സിബിഷനാണ് കേട്ടോ. അവിടെ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതിന് ശേഷം ഞാൻ ഓഫീസിൽ പോയിട്ട് പറഞ്ഞിട്ട് ഇതാ ഇനൂസിനെ കൂട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈവനിങ് വരെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന്. അങ്ങനെ കൽപ്പറ്റ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബത്തേരി ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുകയാണ്. പിന്നെ ഞാൻ മക്കൾക്ക് 2 ലേസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിൽ നിന്ന് കച്ചറ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, കുറച്ച് ലോങ് ഉണ്ടല്ലോ നമ്മളെ വീട്ടിലേക്ക്. അങ്ങനെ ഇതാ ബത്തേരി വന്നിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുത്തങ്ങ ബസ്സും കിട്ടി. ഇതാ നമ്മൾ വീടിൻ്റെ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം പ്രദേശത്ത്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും, മുത്തങ്ങ ഏകദേശം ഒരു കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് എൻ്റെ വീട്. മൊത്തം തേക്കാണ്, അതിൻ്റെ നടുക്കിലാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ കാടിലൊക്കെ എന്താ പറയുക, മരങ്ങളൊക്കെ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് ആകെ ഇലയൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട് ഏകദേശം എത്താനായി. ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഷോർട്ട് വഴിയിലൂടെയാണ് പോകുന്നത്. നല്ല വഴിയുണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ ഒരു വഴി കൂടെ കയറിയാലേ നമ്മുടെ വീട്ടിൽ വീടെത്താനായപ്പോൾ ഇതൊക്കെ ഇറങ്ങിയിട്ട് നടക്കുമായിരുന്നു കേട്ടോ. ഇവിടുന്നേ വിളി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഉമ്മാനെ. ഉമ്പൂതാണ് കേട്ടോ നമ്മൾ വിളിക്കുക. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഉമ്മ നമ്മുടെ സൗണ്ടൊക്കെ കേട്ടപ്പം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വീട്ടിലെത്തിയ പാടത് അനിയത്തി നാരങ്ങ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ലഞ്ച് ടൈം ആണല്ലോ, ചോറും അച്ചാറും ചെമ്മീൻ കറിയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു. ഇതാ ഈവനിങ്ങിൽ ബ്രെഡ് പൊരിച്ചതും ചായയൊക്കെ കുടിച്ചു. നൈറ്റിൽ മദ്രസിലൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മന്തിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് കഴിച്ചത്. ഇനിയിപ്പോൾ നാളെ ഞാൻ ഇവിടുത്തെ നല്ലൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.